മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 915 ഉയർന്നിരിക്കുകയാണ്. 5000-ലേറെ പേർക്കാണ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഗൾഫിൽ രോഗികളുടെ എണ്ണം 2 ലക്ഷത്തോട് അടുപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ 26 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. പുതുതായി 12 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സൗദിയിൽ മരണസംഖ്യ 411-ൽ എത്തി നിൽക്കുകയാണ്. 5 മരണം കൂടിയായതോടെ UAE-യിൽ 283 മരണസംഖ്യ. കുവൈറ്റിൽ 7-ഉം ഖത്തറിൽ 2-മാണ് കോവിഡ് മരണങ്ങൾ. സൗദി ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും രോഗവ്യാപനത്തിൽ കാര്യമായ മാറ്റം ഒന്നും തന്നെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 1931 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സൗദിയിൽ 76,000 കവിഞ്ഞു. രോഗികളുടെ എണ്ണം ഖത്തറിൽ 47,000-ഉം UAE-യിൽ 31,000-ഉം പിന്നിട്ടു. അതോടൊപ്പം തന്നെ കുവൈറ്റിലാകട്ടെ 22,500-ന് മുകളിലെത്തി രോഗികളുടെ എണ്ണം. ഒമാനിൽ 8,000-നും ബഹ്റൈനിൽ 9,000-നും മുകളിലാണ് കോവിഡ് രോഗികൾ. 3,000-ലേറെ പേർക്ക് ഇന്നലെയും രോഗമുക്തി ലഭിച്ചു. മൊത്തം രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം 1 ലക്ഷം കടക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ് ഈ രോഗമുക്തി ലഭിച്ചവരുടെ എണ്ണത്തിലെ വർധന. ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം 137-ആയി ഉയർന്നു. ഇവരിൽ 80-ലേറെ പേരും UAE-യിലാണ് മരിച്ചത്. മരിച്ചവരിൽ നിരവധി യുവാക്കളും ഉൾപ്പെടുമെന്നിരിക്കെ പ്രവാസ ലോകത്ത് ആശങ്ക ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 1-ന് UAE-യിലാണ് കോവിഡ് ബാധിച്ചുള്ള ആദ്യ മലയാളി മരിച്ചത്. തൃശൂർ 3 പീടിക സ്വദേശി പരീതാണ് അന്ന് മരിച്ചത്. ഇതേ തുടർന്ന് 2 മാസം തികയാൻ 3 ദിവസം കൂടി ബാക്കി നിൽക്കെ ഗൾഫിൽ കോവിഡ് മൂലമുള്ള മലയാളി മരണം 137-ൽ എത്തി നിൽക്കുകയാണ്. പിന്നിട്ട 3 ദിവസങ്ങളിൽ മാത്രം 22 മരണമാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ മാത്രം 8 പേരാണ് ഗൾഫിൽ മരിച്ചത്. 85ഓളം മലയാളികൾ മരിച്ചത് UAE-യിലാണ്. സൗദിയിലും കുവൈറ്റിലുമായി 46 മരണങ്ങൾ. ഒമാനിൽ 2-ഉം ഖത്തറിൽ 1-മാണ് മലയാളികളുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ മാത്രം ഗൾഫിൽ കോവിഡ് മൂലം മലയാളി മരിക്കാത്ത ഏക രാജ്യം. ഈദ് ഉൽ ഫിത്തർ അവധി അവസാനിക്കുന്ന ഇന്നു മുതൽ ദുബായിൽ പൊതുജീവിതവും വാണിജ്യവും സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തയ്യാറായിരിക്കുകയാണ്. രാവിലെ 6 മുതൽ രാത്രി 11 വരെ സഞ്ചാര വിലക്കില്ല. ജീവനക്കാരിൽ 50% പേർക്കും ഓഫീസുകളിൽ ഹാജരാകാൻ തൊഴിൽ മന്ത്രാലയം അനുമതിയും നൽകി കഴിഞ്ഞു. നേരത്തെ ഇത് 30%ആയിരുന്നു. ഭക്ഷണശാലകളിൽ സാമൂഹിക അകലം പാലിച്ച് ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാവുന്നതുമാണ്. സിനിമാശാലകൾ ഇന്നു മുതൽ 30% പ്രേക്ഷകരെ പ്രവേശിപ്പിച്ച് പ്രദർശനം തുടങ്ങുമെന്ന് അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഓരോ മണിക്കൂറിലും തിയേറ്ററുകളിൽ അണുനശീകരണം നടത്തുകയും ചെയ്യും. രാവിലെ 6 മുതൽ രാത്രി 11 വരെ ദുബായ് മെട്രോ സർവീസ് നടത്തുന്നതായിരിക്കും. പ്രവാസ ലോകത്ത് നിന്ന് വന്ദേ ഭാരത് മിഷൻ വഴി ഇനി മുതൽ എത്തിച്ചേരുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ ഫീസ് ഏർപ്പെടുത്തുമെന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ പ്രവാസി ക്ഷേമ വിഭാഗങ്ങൾ വഴി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് തീരുമാനമെടുത്തത് വഞ്ചനയാണെന്നാണ് പ്രവാസികളുടെ പൊതുവെയുള്ള അഭിപ്രായം. പ്രവാസികളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രവാസികൾ പറയുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായവർ, വിസിറ്റിംഗ് വിസയിൽ ജോലി നോക്കാനെത്തി കുടുങ്ങിപ്പോയവർ, അടിയന്തര തുടർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട രോഗികൾ, ഓൺ അറൈവൽ വിസയിലുള്ള ഗർഭിണികൾ, ഇങ്ങനെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ തിരഞ്ഞെടുത്താണ് വന്ദേ ഭാരത് മിഷൻ വഴി ഈ ഘട്ടത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നത്. സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്താൽ ടിക്കറ്റിനുള്ള പണം ഒപ്പിച്ചാണ് ഇവരിൽ പലരും വരുന്നതും. ഇത്തരക്കാരോട് ക്വാറന്റൈൻ ഫീസ് വാങ്ങിക്കുകയെന്നത് ക്രൂരതയെന്നാണ് പ്രവാസ ലോകത്തെ പൊതുവെയുള്ള വികാരം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഗർഭിണിയായ മലപ്പുറം സ്വദേശിനി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു. തിരൂരങ്ങാടി കുണ്ടൂർ ഉള്ളക്കൈത്തൈ വീട്ടിൽ അനസിന്റെ ഭാര്യ ജാസ്രയാണ് മരിച്ചത്. 27 വയസ്സാണ്. 4 മാസം ഗർഭിണിയായിരുന്ന ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ ജിദ്ദയിലെ ഹസൻ ഗസാവി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഭർത്താവിന്റെ അടുത്തേക്ക് സന്ദർശന വിസയിൽ എത്തിയതായിരുന്നു ഇവർ. ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് കോവിഡ് ബാധിച്ചു മരിച്ചു. മാമ്പ ചന്ദ്രോത്ത് കുന്നുംപുറം PC സനീഷാണ് മരിച്ചത്. 37 വയസ്സാണ് ഇദ്ദേഹത്തിന്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അസുഖത്തിന് 3 മാസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. 2 ആഴ്ച മുമ്പ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഷുമൈസി ജനറൽ ആശുപത്രിയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അന്ത്യം. സഹോദരൻ രമേശ് റിയാദിൽ തന്നെയാണ്. ഷാർജയിൽ പൊടുന്നനെയുണ്ടായ പ്രളയത്തിൽ 7 പേരാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത്. കാണാതായവർക്കായി ASRCയും ഷാർജ പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. കാണാതായ 7 പേരെയും തിരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചതായി
NSRC ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 4 പേരുടെ മൃതശരീരമാണ് കണ്ടെത്തിയത്. 3 പേരെ രക്ഷപ്പെടുത്താനുമായി. രക്ഷപ്പെടുത്തിയ 2 പേരെ ഹെലികോപ്റ്ററിൽ കൽബ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട 3ാമത്തെ ആൾ ഒരു കുട്ടിയാണ്. പ്രദേശവാസികളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. വാദി അൽ ഹെലോയിൽ നിന്ന് NSRC ഹെലികോപ്റ്റർ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് വ്യോമയാന മന്ത്രാലയം ചൊവ്വാഴ്ച അനുമതി നൽകി തുടങ്ങി. അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർക്ക് കരമാർഗം അതിർത്തി കടക്കുന്നതിനും അനുമതിയായി. ഇറാനിൽ കുടുങ്ങിയ 800ഓളം മീൻപിടുത്തക്കാരെ ജൂൺ 16-ന് കപ്പലിൽ കൊച്ചിയിൽ എത്തിക്കുന്നതായിരിക്കും. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 2ാം ഘട്ടം അടുത്ത മാസം 13 വരെ നീട്ടിയതായി മന്ത്രാലയം അറിയിച്ചു. അടുത്ത 2 ആഴ്ചകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ദിവസം 10 വിമാനങ്ങൾ വീതം സർവീസ് നടത്തുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറയുകയുണ്ടായി. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തി ദുബായിൽ ഓഫീസുകളുടെ പ്രവർത്തനം പഴയപടിയായി. പകുതി ജീവനക്കാരുമായ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ദുബായ് സാമ്പത്തിക വകുപ്പ് അനുമതി നൽകിയതിനെ തുടർന്നാണ് പകുതി ജീവനക്കാരുമായി സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ദുബായ് സാമ്പത്തിക വകുപ്പ് അനുമതി നൽകിയിരിക്കുകയാണ്. ഓഫീസുകൾക്കകത്തും സാമൂഹിക അകലം പാലിക്കണം. ലിഫ്റ്റുകൾ സാമൂഹിക അകലം പാലിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കുകയും ചെയ്തു. ജനജീവിതം സാധാരണ നിലയിലായതോടെ UAE-യിലെ വിവിധ റോഡുകളിൽ മാസങ്ങൾക്ക് ശേഷം ഗതാഗതക്കുരുക്കും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൊറോണ വൈറസ് മഹാമാരിയെ തുടർന്ന് സൗദി അറേബ്യയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ 3 ഘട്ടങ്ങളായിരിക്കും എടുത്തുമാറ്റുക. ഓരോ ഘട്ടത്തിലും അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ജനങ്ങളുടെ അവബോധമനുസരിച്ചായിരിക്കും തീരുമാനങ്ങളെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. ഞായറാഴ്ച മുതൽ ആഭ്യന്തര വിമാനങ്ങൾക്ക് അനുമതി നൽകുമെന്നും സൂചന ലഭ്യമാണ്. മെയ് 28 മുതൽ മെയ് 30 വരെ രാവിലെ 6-നും 3-നും ഇടയിൽ കർഫ്യൂ ഇളവ് ചെയ്യും. മക്കയ്ക്ക് പുറത്ത് മെയ് 31 മുതൽ എല്ലാ പള്ളികളും തുറന്ന് പ്രാർത്ഥന ആരംഭിക്കും. സൗദി നഗരങ്ങളിലേക്കും മറ്റ് പ്രവിശ്യകളിലേക്കും യാത്ര ചെയ്യുന്നതിനുള്ള വിലക്ക് ഒഴിവാക്കി. മെയ് 30 മുതൽ ജൂൺ 20 വരെ കർഫ്യൂ രാത്രി 8 വരെ ലഘൂകരിക്കും. മക്ക ഒഴികെയുള്ള ഇടങ്ങളിൽ ജൂൺ 21 മുതൽ ലോക്ക്ഡൌൺ പിൻവലിക്കും. മന്ത്രാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ കമ്പനികൾ എന്നിവയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും. കച്ചവട സ്ഥാപനങ്ങൾ, മോളുകൾ, കഫേകൾ എന്നിവയും തുറക്കാം. ബ്യൂട്ടി പാർലറുകൾ, ബാർബർ ഷോപ്പ്, സ്പോർട്സ്, ഹെൽത്ത് ക്ലബ്ബുകൾ, തിയേറ്ററുകൾ എന്നിവ അടഞ്ഞു തന്നെ കിടക്കുന്നതായിരിക്കും. ഞായറാഴ്ച മുതൽ ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിക്കും. എന്നാൽ ഉംറ തീർത്ഥാടകർക്കുള്ള വിലക്ക് തുടരുകയും ചെയ്യും. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 165 ഇന്ത്യക്കാർ ഉൾപ്പെടെ 692 പേർക്ക് പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 23,267 ഉയർന്നു. കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 7,395 ആയിരിക്കുകയാണ്. ഇന്ന് 3 പേരാണ് രാജ്യത്ത് രോഗം ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 175 ആയിരിക്കുകയാണ്. അതേസമയം ഇന്ന് രോഗം സ്ഥിരീകരിച്ച മുഴുവൻ പേർക്കും സമ്പർക്കത്തെ തുടർന്നാണ് വൈറസ് ബാധിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൗദിയിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവച്ചതോടെ കാലാവധി തീർന്ന ടൂറിസ്റ്റ് വിസകൾ സൗജന്യമായി 3 മാസത്തേക്ക് പുതുക്കി നൽകുമെന്ന് സൗദി ജവാസാത്ത് അറിയിക്കുകയുണ്ടായി. ഇതിനായി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഓൺലൈൻ വഴി തനിയെ പുതുക്കി നൽകുമെന്നാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന മുന്നറിയിപ്പ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.